ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. പുറത്തു വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ടർബോയെക്കുറിച്ച് വരുന്നത്. വേറെ ഒന്നുമല്ല, ടർബോയുടെ ബുക്കിംഗ് തുടങ്ങി നിമിഷ നേരം കൊണ്ട് 1 കോടി രൂപയുടെ ടിക്കറ്റുകൾ വിറ്റു എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. റിപ്പോർട്ടറിലൂടെ തന്നെയാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. മമ്മൂട്ടി അല്ലയോ ഇതൊക്കെ എന്ത് എന്നുള്ളൊരു ചോദ്യവുമായി. അതായത് അതിഗംഭീരമാണ് ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ്. ഈ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതിൻ്റെ ട്രെയിലറിലൂടെ. അത് തന്നെ ജനങ്ങളിലേക്ക് വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും പിന്നീട് മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂസ്, നമുക്കറിയാം മമ്മൂട്ടിയുടെ ഇൻ്റർവ്യൂസിലെല്ലാം തന്നെ ഒരു ജെനുവിൻ വാക്കുകൾ നമുക്ക് കാണാറുണ്ട്. ഭീഷ്മപർവം എടുത്തു കഴിഞ്ഞാലും റോഷാക്ക് എടുത്താലും അതല്ല കണ്ണൂർ സ്കോഡൊക്കെ എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒരിക്കലും ഹൈപ്പോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. എങ്ങനെയാണ് ആ ഒരു സിനിമ അതിൻ്റെ രീതിയിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. ഇവിടെ ടർബോയെക്കുറിച്ച് മമ്മൂട്ടി എടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊരു വമ്പൻ സിനിമയൊന്നും ആയിട്ടല്ല എന്നുള്ളത്. സാധാരണ സിനിമ, പ്രത്യേകിച്ച് അടിയാണ് ഇതിനകത്തിൽ മെയിൻ. അത് തന്നെ നമുക്ക് ജെനുവിനായിട്ട് വിശ്വസിക്കാവുന്ന കാര്യമാണ്. 120 ദിവസങ്ങളിൽ 70 ദിവസത്തിന് മുകളിലും ഈ സിനിമ ഷൂട്ട് ചെയ്തത് സ്റ്റണ്ടിന് വേണ്ടി തന്നെയായിരുന്നു. അതേപോലെ ഒരു ഗുണ്ടയോ വലിയ റൗഡിയോ അങ്ങനെയുള്ള ആളൊന്നുമല്ല നായകൻ. ജോസ് എന്ന് പറഞ്ഞൊരു ജീപ്പ് ഡ്രൈവറാണ്. ആ ജീപ്പ് ഡ്രൈവറിന് ജീവിതത്തിൽ ഉണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന, അതായത് പലപ്പോഴും അയാൾ ബഹളങ്ങൾക്ക് പോകുന്നതല്ല, അയാളിലേക്ക് വന്നു കയറുന്ന കാര്യങ്ങൾ വരുമ്പോൾ അടിച്ചു പോകുന്നതാണ്. അതാണ് സിനിമയുടെ കഥയായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത്. അല്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കൊടൂര മാസ് ആയിട്ടുള്ള ഒരു നായകൻ, വില്ലൻ തരത്തിലുള്ള നായകനൊന്നുമല്ല. സാധാരണക്കാരൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, ചില സമയത്ത് ഒരു വലിയ ശക്തി ലഭിക്കുന്ന പോലെയുള്ള, അയാൾ ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മാത്രമാണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ കണ്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള പോലെയുള്ള ഒരു സിനിമ തന്നെയാണ്. ഇത്രയാണ് മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമായ വാർത്തയാണ്. നമ്മൾ വലിയ പ്രതീക്ഷകളൊന്നുമല്ല. പക്ഷേ സിനിമ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് അതിഗംഭീരം തന്നെയാണ്. 1 കോടി രൂപയ്ക്ക് മുകളിൽ മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിൽ റെക്കോർഡ് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമ പ്രീ സെയിൽ തന്നെ ഒരു പുതിയ റെക്കോർഡ് ഇടുമെന്നുള്ളതിന് സംശയമില്ല. 6 ദിവസങ്ങൾ കൂടിയാണ് സിനിമ റിലീസാകാൻ ഉള്ളത്. അതായത് 23-ാം തീയതി റിലീസാകുമ്പോഴത്തേക്ക് പ്രീ സെയിലിലൂടെ മാത്രം എത്ര വരുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ടർബോ ബുക്കിംഗ് നിമിഷ നേരം കൊണ്ട് 1 കോടി രൂപ തൂക്കിയിരിക്കുന്നു. അപ്പോൾ പൊളിച്ചെടുക്കട്ടെ. നിങ്ങൾ ആരൊക്കെയാണ് ഇതുവരെ ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ ചാടിക്കയറി ബുക്ക് ചെയ്യുക, എവിടെയാണെന്ന് കമൻസിലൂടെ പറയുക. അപ്പോൾ താങ്ക് യു ബ്രോസ്.